അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. നിങ്ങൾക്ക് പല ആഗ്രഹങ്ങൾ നിറവേറാനും ഈ ദുനിയാവിലായിക്കോട്ടെ പരലോകത്തായിക്കോട്ടെ പല ആവശ്യങ്ങളും നിറവേറാനുണ്ടോ? നിങ്ങൾ ഈ ഒരു സമയത്ത് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, രാത്രി സമയങ്ങളിൽ നമ്മുടെ റബ്ബ്, നമ്മളെ പടച്ച റബ്ബ്, നമ്മുടെ ദുആ കേൾക്കേണ്ട റബ്ബ് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് റബ്ബ് നോക്കും ആരൊക്കെയുണ്ട് എന്നോട് ചോദിക്കുന്നവർ എന്ന്. റബ്ബ് നോക്കും, ചോദിക്കുന്നവർക്കൊക്കെ അള്ളാഹു ഉത്തരം തരും. നമ്മൾ ചോദിക്കുമ്പോൾ അള്ളാഹു വേഗം ഡയറക്റ്റ് ആയിട്ട് കേൾക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു ഇബാദത്ത് എടുത്തിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യും. സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പെങ്കിൽ, അല്ലെങ്കിൽ 4 മണിക്ക്, അല്ലെങ്കിൽ 2 മണിക്ക് നിങ്ങൾ ഉറങ്ങിയിട്ട് ഒന്ന് ഉണരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അമല് ചെയ്യാം. 2 റക്അത്ത്, വെറും തഹജ്ജുദ് നിസ്കാരം 2 റക്അത്ത് നിങ്ങൾ നിസ്കരിക്കുക. എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. പറയുക, നിങ്ങളോട് തെറ്റ് എന്ത് ചെയ്തു പോയാലും നിങ്ങൾ അള്ളാഹുവിനോട് ആ ഒരു സമയത്ത് പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറാനുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പറയുക. നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാനും നിങ്ങൾ പറയുക. ഈ ഒരു തഹജ്ജുദ് നിസ്കരിച്ചാൽ നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും ഒരുപാട് ഉപകാരങ്ങൾ കിട്ടും, ഒരുപാട് ഗുണങ്ങൾ കിട്ടും. സ്വർഗത്തിൽ കടക്കാനായിട്ട് ഇതൊരു കാരണമാവും. നമുക്ക് ഖബറിൽ ശിക്ഷ കുറഞ്ഞു കിട്ടും, ഖബറിൽ വെളിച്ചം കിട്ടും, പ്രകാശം കിട്ടും. ഈ ഒരു തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയും. അതുപോലെ തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു ക്യാൻസർ പോലത്തെ മാരകമായ അസുഖങ്ങൾ തന്ന് പരീക്ഷിക്കില്ല. നിങ്ങൾക്കൊരു പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ദാരിദ്ര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും തകർച്ചകൾ സംഭവിച്ചു, നാട്ടുകാരോടും കുടുംബക്കാരോടും ഫ്രണ്ട്സുകളോടും നിങ്ങൾ ഒരുപാട് പരിഭവങ്ങൾ പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ഉണ്ടാവുക? അസൂയക്കാരുടെ മുന്നിലാണ് നിങ്ങളുടെ പരിഭവം എത്തിയെങ്കിൽ അവർക്ക് കുറച്ച് സന്തോഷം കിട്ടുകയേ ഉള്ളൂ, അല്ലാണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക. ആരോടും നിങ്ങളുടെ പരിഭവം പറയാതെ നിങ്ങൾ രാത്രി സമയങ്ങളിൽ എണീച്ചിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യും. എന്നാൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും. തഹജ്ജുദ് നിസ്കാരം നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചമാണ്. തഹജ്ജുദ് നിസ്കരിച്ചവർക്കറിയാം, നിങ്ങൾക്ക് അതിൻ്റെ നിസ്കാരം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു മധുരം നിങ്ങൾക്ക് അറിഞ്ഞ് നിങ്ങൾക്ക് ആസ്വദിച്ച് നിസ്കരിക്കാൻ കഴിയും. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മൾ മാത്രം പടച്ച റബ്ബിനെ ഓർത്ത് എണീറ്റ് 2 റക്അത്ത് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മളും പടച്ച റബ്ബും മാത്രമാണ് ആ ഒരു സമയത്ത് ഉണ്ടാവുക. നമ്മളെ ദുആ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും. നിങ്ങൾ ഇന്ന് മുതൽ നിസ്കരിക്കാത്തവരാണെങ്കിൽ ഇന്ന് മുതൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ സംഭവിക്കും. ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഫലം കിട്ടിയ ഒരു ഇതാണ്. നമുക്ക് ഇഹത്തിലും ഇതിനെക്കുറിച്ച് ഫലം കിട്ടും, പരത്തിലും കിട്ടും. നമുക്ക് സ്വർഗത്തിൽ പോകാം. മുത്തുനബി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, തഹജ്ജുദ് നിങ്ങൾ നിസ്കരിച്ചോളി, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുമെന്ന്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു സംഭവം നടന്ന് കിട്ടിയ ഒരു ഇതാണ് തഹജ്ജുദ് നിസ്കരിക്കുക. എനിക്ക് ഒരുപാട് ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടിയിട്ടുണ്ട്. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നിങ്ങൾ 129 തവണ യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം സാധിപ്പിച്ചെടുക്കേണ്ടത് അത് മനസ്സിൽ വെച്ച് നിങ്ങൾ ചെല്ലുക. യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് 129 തവണ നമ്മൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് എല്ലാവരും ഉറങ്ങുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ദുആ ചെയ്തോളി. നിങ്ങൾക്ക് ഫലം ഇരട്ടിയായിരിക്കും. നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പടച്ച റബ്ബ് നിങ്ങൾ അതിലേറെ നിങ്ങൾക്ക് ഫലം ഈ ദുനിയാവിൽ തന്നെ കാണിച്ചു തരും. പെട്ടെന്ന് ഉത്തരം കിട്ടും, ദുആ പെട്ടെന്ന് സ്വീകരിക്കും. നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ ആവശ്യം നിറവേറാൻ നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കൂ. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലും എനിക്ക് ഒരുപാട് ഇതിന് തെളിവുകളുണ്ട്. ഞാൻ ഇതുപോലെ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്നു മുതൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തുടച്ചു മാറ്റിത്തരും ഇൻഷാ അല്ലാഹ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും, അത് ഉറപ്പാണ്. ഒരു ലൈക്ക് കൊടുത്തേക്കണം. ഒരു ലൈക്ക് കൊടുക്കുമ്പോൾ വീഡിയോ ഒരുപാട് പേരുടെ മുന്നിൽ എത്തും. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ആവശ്യങ്ങൾ നിറവേറാനുള്ളവരുടെ മുന്നിലെത്തുമ്പോൾ അവർക്കിത് ഉപകാരപ്പെടും. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ നിങ്ങളുടെ മുന്നിൽ ഇതുപോലെയുള്ള വീഡിയോകൾ എത്താൻ ചാനൽ നോട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.